ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020 ഞാൻ പാർവതി. ഒരു പോർച്ചുഗീസ് ഇതിഹാസമായ ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് ആവിയോ. നിലവിൽ പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടിയും അൽ നാസർ ക്ലബിന് വേണ്ടിയും കളിക്കുന്ന മികച്ച ഫുട്ബോൾക്കാരൻ. ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കുടുംബം സമ്പന്നമായി വളരെ പിന്നോക്കത്തിലായിരുന്നു. നാലാമതൊരു മകനെ വളർത്താൻ ശേഷിയില്ല എന്ന കാരണത്താൽ അമ്മ ഗർഭാവസ്ഥയിൽ റൊണാൾഡോയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനവർ സ്ഥിരമായി ചൂടുള്ള ബിയർ കുടിക്കുന്നു. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് 1985 ഫെബ്രുവരി 5 പോർച്ചുഗീസിലെ മദീറയിൽ ഫുൻചാലിൽ കുഞ്ഞ് പിറവിയെടുക്കുന്നു. അച്ഛൻ ജോസെ ഡീനിയസ് ആവേറോ, അമ്മ മറിയ ഡോളറസ് ഡീനിയസ് ആവേറോ. തന്റെ ഇളയ മകന് അച്ഛൻ നിർദ്ദേശിച്ച പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേരിയോ. അവന്റെ തുടക്കം ഇങ്ങനെ. അവൻ വളർന്നത് പോർച്ചുഗീസ് ക്ലബ് ബെൻഫീക്ക പ്രേമിയായിട്ടാണ്. 8-ാം വയസ്സിൽ തന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ക്ലബിൽ കളിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെ ആദ്യം അമേച്ചർ ടീമായ അൻഡോറിയയ്ക്ക് വേണ്ടി കളിച്ചു. 1995 നാസിയോണയിൽ ചേർന്നു. അവിടുന്ന് കപ്പ് ജയിച്ചതിനെ തുടർന്ന് സ്പോർട്ടിങ്ങിലേക്ക്. റൊണാൾഡോ സ്പോർട്ടിങ്ങിൽ യൂത്ത് അക്കാഡമിയായ അൽകോൾച്ചറിൽ പരിശീലനം തുടങ്ങി. അവിടെ അണ്ടർ-16, 17, അണ്ടർ-18 ബി ടീം, പിന്നെ ഫസ്റ്റ് ടീം എന്നിവയിൽ ഒരേ സീസൺ കളിച്ച ഒരേ ഒരു കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. സ്പോർട്ടിങ്ങിന് വേണ്ടി തന്റെ ആദ്യ കളിയിലാണ് ഗോളുകൾ നേടി റൊണാൾഡോ ശ്രദ്ധേയമായി. അങ്ങനെയിരിക്കെ 15-ാം വയസ്സിൽ റേസിംഗ് ഹാർട്ട് എന്ന രോഗം ബാധിക്കുന്നു. ശേഷം അമ്മയുടെ അനുമതിയോടെ സ്പോർട്ടിങ്ങിലെ അധികൃതർ ആശുപത്രിയിൽ സർജറിക്ക് വിധേയനാക്കുന്നു. ആശുപത്രിവാസത്തിന് ശേഷം അവൻ അതിശക്തനായ കളിക്കളത്തിലേക്ക് ഇറങ്ങി. അന്ന് അവൻ 2002-2003 സീസണിന് ശേഷം റൊണാൾഡോ 12.24 മില്യൺ തുകയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി കരാറിൽ ഒപ്പുവെച്ചു. ഇതോടെ മാഞ്ചസ്റ്ററിൽ വരുന്ന ആദ്യത്തെ പോർച്ചുഗീസ് താരമായി റൊണാൾഡോ. അന്ന് അവൻ ധരിച്ചിരുന്നത് ചുവന്ന ജേഴ്സിയായിരുന്നു. റൊണാൾഡോ മാനേജറിനോട് 28-ാം നമ്പർ ജേഴ്സി ആവശ്യപ്പെട്ടിരുന്നു. കാരണം സ്പോർട്ടിങ്ങിൽ അവന്റെ ജേഴ്സി നമ്പർ 28 എന്നാൽ ജേഴ്സി നമ്പർ 7 ആണ് അന്ന് അവർ നൽകിയിരുന്നത്. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. തങ്ങളുടെ ഇതിഹാസ താരങ്ങളായ ജോർജ് ബെസ്റ്റ്, ബ്രയാൻ റിക്, റോബിൻസൺ, ഡേവിഡ് ബെക്കാം തുടങ്ങിയവർ അണിഞ്ഞിരുന്ന നമ്പറാണ് നമ്പർ 7. ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ അവർക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ടാണത്രേ അവർ 7-ാം നമ്പർ ജേഴ്സി അണിയാൻ നിർബന്ധിച്ചത്. യുണൈറ്റഡിനു വേണ്ടി ആദ്യമായി കളത്തിൽ ബോൾട്ടൺ വാൻഡേഴ്സിനെതിരെ 4-0 യുണൈറ്റഡ് ജയിച്ച കളിയിൽ 60-ാം മിനിറ്റിൽ പകരക്കാരനായിട്ടാണ് തന്റെ ആദ്യ ഗോൾ നേടിയത്. 2006-2007 കാലഘട്ടം. 2006 നവംബർ ഡിസംബർ മാസങ്ങളിൽ തുടർച്ചയായി 2 തവണ റൊണാൾഡോ ബാർക്ലോസ് പ്ലെയർ ഓഫ് ദ മന്തായി തെരഞ്ഞെടുക്കപ്പെട്ടു. 6 കളികളിൽ നിന്നും 7 ഗോൾ നേടിയത് റൊണാൾഡോ ഈ ബഹുമതിക്കാരനായത്. ഡെന്നിസ് ബെർഗ്കാപ്പിനും റോബി ഫോളറിനും ശേഷം തുടർച്ചയായി 2 തവണ ബഹുമതി നേടുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. മാഞ്ചസ്റ്ററും സിറ്റിക്കെതിരെയും യുണൈറ്റഡിനും വേണ്ടി തന്റെ 50-ാമത്തെ ഗോൾ നേടി. അതേ സീസണിൽ തന്നെ യുണൈറ്റഡ് 4 വർഷങ്ങൾക്ക് ശേഷം പ്രീമിയർഷിപ്പ് കിരീടവും നേടുന്നു. 2009 വേനൽ ട്രാൻസ്ഫർ ജാലകത്തിലൂടെയാണ് റൊണാൾഡോ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നത്. അന്നത്തെ ഏറ്റവും ഉയർന്ന തുകയായിരുന്നു ഈ കരാറിൽ ഒപ്പുവെച്ചത്. അന്ന് ഫസ്റ്റ് സീസണിൽ 9-ാം നമ്പർ ജേഴ്സി റൊണാൾഡോയ്ക്ക് അണിയാൻ കഴിഞ്ഞിരുന്നില്ല. റയലിലെ ഇതിഹാസമായ റൗളിന്റെ ജേഴ്സി നമ്പർ 7 ആയത് കാരണത്താലാണ് അന്ന് റൊണാൾഡോയ്ക്ക് 9-ാം നമ്പർ ജേഴ്സി ധരിക്കേണ്ടി വന്നത്. 80,000-ത്തിലധികം പേരാണ് അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വാഗതം ചെയ്യാനായി സാന്റിയാഗോ ബെർണബ്യൂയിൽ തടിച്ചുകൂടിയത്. ഇത് ലോക റെക്കോർഡ് ആയിരുന്നു. ക്ലബ് ഇതിഹാസമായ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ ആണ് അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ജേഴ്സി നൽകി സ്വീകരിച്ചത്. റയലിനായി ക്രിസ്ത്യാനോ അരങ്ങേറ്റം കുറിച്ചത് ഡിപ്പോർട്ടിവോ ലാ കൊരുണ്യക്കെതിരെയാണ്. ആ മത്സരത്തിൽ തന്നെ ക്രിസ്ത്യാനോ തന്റെ ആദ്യ ഗോൾ കരസ്ഥമാക്കി. പിന്നീട് ക്രിസ്ത്യാനോയ്ക്കുണ്ടായ പരിക്കുകൾ മൂലം ആദ്യ സീസണുകളിൽ കിരീടമൊന്നും തന്നെ നേടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ തന്റെ ആദ്യ സീസണിൽ തന്നെ 33 ഗോൾ നേടാൻ ക്രിസ്ത്യാനോയ്ക്ക് കഴിഞ്ഞു. 2012-13 പുതിയ സീസണിൽ ക്രിസ്ത്യാനോയിൽ തുടക്കമിട്ടത് ബാഴ്സയ്ക്കെതിരെ സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയാണ്. പിന്നീട് ലാലിഗ ക്യാമ്പ് നൗവിൽ വെച്ചുള്ള 2-2 സമനിലയിൽ ഗോൾ നേടി തുടർച്ചയായി 6 എൽ ക്ലാസിക്കോയിൽ ഗോൾ നേടുക എന്ന റെക്കോർഡ് സ്വന്തമാക്കി. പിന്നീട് ആദ്യ ചാമ്പ്യൻസ് ലീഗ് ഹാട്രിക് നേടി.
2013-14 ആദ്യമായി യൂറോപ്യൻ കിരീടം നേടി തന്റെ മൂന്നാമത്തെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് നേടുകയും ചെയ്തു. 14-15 സൂപ്പർ കപ്പ്, ക്ലബ് വേൾഡ് കപ്പും നേടിയ റൊണാൾഡോ സീസണിലെ യുവ ചാമ്പ്യൻസ് ലീഗിലും ലാ ലീഗയിലും ടോപ്പ് സ്കോററായി. ഇന്ന് ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സ്വകാര്യ ജീവിതം ഇങ്ങനെ. ഇദ്ദേഹത്തിന് 4 മക്കൾ: ക്രിസ്റ്റ്യാനോ ജൂനിയർ, ഈവ, മാറ്റിയോ, അലാന. ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് സ്പാനിഷ് ജോർജിയ. ഒരിക്കൽ ഒരു ജേർണലിസ്റ്റ് ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്പോഴും തന്റെ അമ്മയെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്? എന്തെന്ന് വെച്ചാൽ, അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ മക്കൾ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ അവരുടെ കൂടെ പേരൻസ് താമസിക്കാറില്ല. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെ: എന്റെ അമ്മയാണ് എനിക്കെല്ലാം വിലപ്പെട്ടത്. ഞങ്ങൾക്ക് അതീവ ദരിദ്ര കുടുംബമായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു കളിപ്പാട്ടമോ ക്രിസ്മസ് സമ്മാനങ്ങളോ ഇല്ലായിരുന്നു. ആ സമയങ്ങളിൽ വളരെയധികം കഷ്ടപ്പെട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയിരുന്നത്. ഞങ്ങൾക്ക് ആഹാരം നൽകിയിട്ട് എന്റെ അമ്മ ഒരുപാട് തവണ പട്ടിണി ഇരുന്നിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ബൂട്ട് വാങ്ങാനായി എന്റെ അമ്മ പകലന്തിയോളം പല ദിവസങ്ങളിൽ പല വീടുകളിൽ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മരണം വരെയും എന്റെ അമ്മ എന്നോടൊപ്പം തന്നെ ജീവിക്കും. വളരെ വൈകാരികമായ മറുപടിയായിരുന്നു അത്. അതിൽ തന്റെ അമ്മയോടുള്ള സ്നേഹവും വളരെ വ്യക്തമാണ്. കൂടെ ഒരു ചോദ്യം കൂടി: താങ്കൾക്കിപ്പോൾ എത്ര കാറുകളുണ്ട്? അതിന് റൊണാൾഡോയുടെ മറുപടി അറിയില്ല എന്നതായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതം നമ്മളെ ഏവരെയും ഒരുപാട് പഠിപ്പിക്കുന്നതും ചിന്തിക്കുന്നതുമുണ്ട്. അടുത്ത തവണ വേറൊരു വ്യത്യസ്തമായ സബ്ജക്റ്റുമായി കാണാം. അതുവരെ സൈനിങ് ഓഫ് പാർവതി. ബൈ.